ഒരുപാട് വിവാദങ്ങൾ മല കയറിയിട്ടുണ്ട്. വിവാദങ്ങളൊക്കെ മല ഇറങ്ങണം എന്നാഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഒരുപാടുണ്ട്. ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് ശബരിമല ഒരുങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരം നട തുറക്കും. പുതിയ ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറത്തെ മേൽശാന്തിയായിട്ട് എം.ജി. മനുവും ഇന്ന് സ്ഥാനമേൽക്കും. പ്രതിദിനം ഏതാണ്ട് 90,000 പേർക്ക് പ്രവേശനം കിട്ടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ഇന്ന് സന്നിധാനത്ത് ആദ്യമായിട്ട് എത്തും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുഴുക്കുത്തുകളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഭരണപരിചയമുള്ള സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുമൊക്കെ ചുമതല വഹിച്ചിട്ടുള്ള കെ ജയകുമാറിന് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അത് അടിച്ച് വൃത്തിയാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. എ വി ജയശങ്കർ നിലയ്ക്കൽ നിന്ന് ചേരും. അതുപോലെ ശബരിമല സന്നിധാനത്ത് എം.ജി. പ്രതീക്ഷുണ്ട്. ആദ്യം ജയശങ്കറിലേക്ക് പമ്പയിലാണ് ജയശങ്കർ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് സുപ്രഭാതം രണ്ടുപേർക്കും. ജയശങ്കർ ഇന്നെന്തായാലും വൈകുന്നേരം നട തുറക്കുമ്പോൾ ഈ വിവാദങ്ങളൊന്നും എനിക്ക് തോന്നുന്നത് ബുക്കിങ്ങിനെ ബാധിച്ചിട്ടില്ല. 90,000 ആൾക്കാരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ശബരിമലയിലേക്കുള്ള ജനപ്രവാഹത്തിന് തടസ്സമൊന്നുമില്ല. കാര്യം ഇതൊന്നും എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇതൊന്നും ബാധിച്ചായിട്ട് തോന്നില്ല. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്നു, അവിടെ ഭക്തി നിർഭരമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും വിവാദങ്ങളൊന്നും തന്നെ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് നട തുറക്കാനുള്ളത്. അതിനു മുമ്പ് തന്നെ പമ്പ നിറഞ്ഞു കഴിഞ്ഞു. പമ്പയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാനാകുന്നത്. പമ്പയിൽ ഏറെക്കുറെ വലിയ തോതിൽ 1000-ലധികം തീർത്ഥാടകർ എത്തിയെന്നാണ് നിലവിൽ പോലീസിൻ്റെ ഒരു അനൗദ്യോഗിക കണക്ക്. പോലീസ് കണക്ക് ശേഖരണം ഉൾപ്പെടെ നിലവിൽ ആരംഭിച്ചിട്ടുള്ളൂ. പമ്പാ നദിയിൽ ഉൾപ്പെടെ തീർത്ഥാടകർ നിലവിൽ സ്നാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പമ്പയിൽ ആകെ ശരണമുഖരിതമായി കഴിഞ്ഞു. ഇനി 12 മണിയോടുകൂടി ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീലിമല കയറ്റിവിടും. 12 മണിക്കാണ് സന്നിധാനത്തേക്കുള്ള പോലീസ് തുറന്നു നൽകുക. ആ സമയം മുതൽ 12 മണി മുതൽ ഇപ്പോൾ പമ്പയിലുള്ള ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് പോകും. 4 മണിക്കാണ് നട തുറക്കുന്നത്. നിലയ്ക്കൽ നിന്ന് 11 മണി മുതൽ ഭക്തരുടെ സ്വകാര്യ വാഹനങ്ങൾ പമ്പയിലേക്ക് അനുവദിക്കും. നിലവിൽ KSRTC ബസ്സിലാണ് ഭക്തജനങ്ങൾ പമ്പയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്ന് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. അതിനുശേഷം കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തും. കാരണം നിരവധി രാവിലെ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങൾ എത്തിയ ആളുകൾ നിലയ്ക്കൽ കാത്തു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അവർ 11 മണിക്ക് ശേഷം ഇങ്ങോട്ടെത്തും. SKN ഇന്ന് വൈകുന്നേരമാണ് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പൊതുവിൽ കുറവാണ്. നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നിലവിൽ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. പമ്പ ഏറെക്കുറെ തീർത്ഥാടനത്തിന് വേണ്ടി പൂർണ്ണമായ രീതിയിൽ സജ്ജമായി കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എവിടെ നോക്കിയാലും അയ്യപ്പ ഭക്തരെ കാണുന്ന, കറുപ്പെടുത്ത് ശബരിമല ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തരെ കാണുന്നൊരു കാഴ്ചയാണ് പമ്പയിലുള്ളത്. ഇനി അങ്ങോട്ട് പമ്പയെ സംബന്ധിച്ച്, സന്നിധാനത്തെ സംബന്ധിച്ച് തീർത്ഥാടന കാലമാണ്. 10-45 ദിവസത്തിലധികം ശരണമുഖരിതമായിരിക്കും പമ്പയും സന്നിധാനവുമൊക്കെ. ഈ സീസണിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പോലീസ് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. 3000-ലധികം പോലീസുകാരെയാണ് ആദ്യ ബാച്ചിൽ നിയോഗിച്ചിരിക്കുന്നത്. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ എന്തായാലും പൂർത്തിയാക്കുക. നിരവധി ഭക്തരാണ് ഈ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. സ്വാമി എവിടെ നിന്ന് വരുന്നു? കർണാടക, കന്നഡ. വൈകുന്നേരമാണോ ദർശനം? ഈവനിങ് ആയ ദർശനം? 5 മണിക്ക്. സ്വാമി എവിടെ? മലപ്പുറം. വിവാദങ്ങളൊന്നും ബാധിക്കില്ലല്ലോ ശബരിമല, അല്ലേ? വിവാദങ്ങളൊന്നും ശബരിമല ബാധിക്കില്ലല്ലോ? ഇല്ല അങ്ങനെ. അമലാപുരം, ഈസ്റ്റ് ഗോദാവരി, ആന്ധ്രാപ്രദേശ്. ആന്ധ്ര, തമിഴ്നാട്, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലുള്ള ആളുകളും ഇന്നെന്തായാലും എത്തിയിട്ടുണ്ട്. ഈ വിവാദങ്ങളൊന്നും തന്നെ ഈ ദർശനത്തെ ബാധിക്കില്ല, ഇല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കില്ലെന്ന് ഭക്തർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ശബരിമല ദർശനമാണ്. കല്ലും മുള്ളും ജയശങ്കറാണ് ചേർന്ന്. കാരണം വിവാദങ്ങളിൽ മൂക്കുകുത്തി വീഴുന്നതിന് പകരം ശബരിമല എല്ലാവിധമായ സൗകര്യങ്ങൾ ഒരുക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആവശ്യമുള്ള ശുചിമുറികൾ, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ അതിന് അപ്പുറം നിന്ന് കാര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ശബരിമല സന്നിധാനത്തേക്ക് എം.ജി. പ്രതീക്ഷ കൂടി ചേരുന്നു. സന്നിധാനത്ത് എന്താണ് പ്രതീക്ഷ അവസ്ഥ? ഗുഡ് മോർണിംഗ്.
SKN, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല സന്നിധാനത്തെ 18-ാം പടിക്ക് താഴെയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. ഇന്ന് നട തുറക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണമാണ്. ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനു നമ്പൂതിരിയുമാണ് ഇന്ന് ചുമതലയേൽക്കുന്നത്. 5 മണിക്ക് ഈ ക്ഷേത്ര തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ശബരിമല നട തുറക്കും. നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയായിരിക്കും നട തുറന്നതിന് ശേഷം എനിക്ക് പുറകിൽ കാണുന്ന ഈ 18-ാം പടി ഇറങ്ങി വന്ന് ഈ തൊട്ട് മുന്നിലുള്ള ആഴിയിൽ അഗ്നി പകരും. അഗ്നി പകരുന്നതോട് കൂടിയാണ് ഈ മണ്ഡലകാലത്തിന് തുടക്കമാവുന്നത്. തുടർന്ന് ഈ പുതിയ മേൽശാന്തിമാരെ 18-ാം പടി കയറ്റി കയ്യിൽ പിടിച്ചുകൊണ്ട് 18-ാം പടി കയറ്റി മുകളിലേക്ക് കൊണ്ടുപോകും. ഈ ശബരിമല മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങുകൾ നടക്കുന്നത് സോപാനത്തിലും മാളികപ്പുറം മേൽശാന്തിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് മാളികപ്പുറം ദേവീക്ഷേത്രത്തിലുമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങളൊന്നും തന്നെ ശബരിമല ഈ സീസണെ ബാധിക്കില്ല. കാരണം തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ആ ഘട്ടത്തിൽ പോലും വലിയ തീർത്ഥാടന തിരക്കാണ് ഈ കഴിഞ്ഞ മാസം ശബരിമലയിൽ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനിരട്ടി ആളുകൾ ഇത്തവണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമലയിൽ എത്തുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിക്കുന്നത്. ഡിസംബറിലെ ആദ്യ ആഴ്ച വരെയുള്ള എല്ലാ ബുക്കിങ്ങുകളും ഇതുവരെ ഫുള്ളായിട്ടുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം വിവിധ ഇടത്താവളങ്ങളിൽ ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഭക്തരുടെ അടിസ്ഥാന സൗകര്യത്തിനാണ് കൂടുതലും ദേവസ്വം ബോർഡ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സാനിറ്റേഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നിലവിലെ ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടികളൊക്കെ തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പുതിയ ആദ്യത്തെ പോലീസിന്റെ ബാച്ച് ചുമതലയേൽക്കും. ഏകദേശം 18,000-ന് മുകളിൽ പോലീസുകാരെയാണ് ശബരിമലയുടെ ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. പുതിയ ബാച്ച് 8 മണിയോടുകൂടി ചുമതലയേൽക്കും. അവരുടെ നേതൃത്വത്തിലായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ നടക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ശബരിമല സന്നിധാനത്ത് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകനമൊക്കെ തന്നെ ഇന്ന് ശബരിമലയിൽ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രത്യേക ഒരു ക്യൂ നടപ്പന്തലിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വലിയ തിരക്ക് കൂടാതെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദർശനം നടത്താനുള്ള സൗകര്യമാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. പ്രതിദിനം 70,000 തീർത്ഥാടകരായിരിക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി എത്തുന്നത്. 20,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമുള്ള സൗകര്യമാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.